പത്രോസിനെ കൊണ്ടുപോകണ്ടേ. എന്താണ്? യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഒന്നാം വട്ടം ചോദിച്ചു, രണ്ടാം വട്ടം ചോദിച്ചു, മൂന്നാം വട്ടം ചോദിച്ചിട്ട് ഈ മുനമ്പിലെത്തിക്കും. എങ്ങനെയാണ്? അപ്പൊ പത്രോസ് പറയും, കർത്താവേ, അങ്ങയ്ക്ക് എല്ലാം അറിയാം. അതായത് പത്രോസിനെ കുറിച്ച്, മോസസിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ പത്രോസിനെ കുറിച്ചും പറയണത്. യോഹന്നാൻ 21:17 അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. നീ എല്ലാം അറിയത്തില്ലേ? ഈശോയ്ക്കും പത്രോസിനും മാത്രം അറിയാവുന്ന പത്രോസിന്റെ ജീവിതത്തില് ഒരു എല്ലാം ഉണ്ട്, മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാതിരുന്നത്. ഇത് തന്നെയാണ് നീ എന്റെ ചെമ്മരിയാടുകളെ മേയ്ക്കുക, നീ എന്റെ കോലാടുകളെ മേയ്ക്കുക, പിന്നെ അധികാരം കൊടുക്കാൻ കാരണം. മോസസിനും അത് തന്നെയാണ്. അധികാരം കിട്ടാൻ കാര്യം എന്താണ്? ആ 33:17 എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോഴേ ദൈവത്തിന് വേണ്ടി മാത്രം, വേറെ മനുഷ്യന്റെ ഒരു പ്രീതിയും ഇല്ലാതെ, അതുകൊണ്ട് മനുഷ്യന്റെ നമുക്കൊന്നും കിട്ടത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തത്. മത്തായി 6:6 എടുത്തേ. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇനി ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതായത് 6:3-4. നീ ധർമ്മദാനം ചെയ്യുമ്പോ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മറ്റുള്ള അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോണ്ടേ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ വളർത്തണല്ലേ, കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് വരെ അവര് അമ്മ എന്തുമാത്രം അവർക്ക് അവരെ പനിയായി കിടന്നോ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നോ,